ഹജ്ജ് സീസൺ ഒമാനിൽ നിന്ന് 14,000 തീർത്ഥാടകർ. യാത്രാ സൗകര്യങ്ങളിൽ വിപുലമായ മാറ്റങ്ങൾ. ഒമാൻ സുൽത്താനും ഈജിപ്ഷ്യൻ പ്രസിഡന്റും ചർച്ച നടത്തി. ഒമാൻ കൃഷിക്കൂട്ടം ഹാർവെസ്റ്റ് ഫെസ്റ്റ് 26 മെയ് 8-ന്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. 1447-ാം ഹജ്ജ് സീസണിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഒമാൻ ഹജ്ജ് മിഷൻ മേധാവി അഹമ്മദ് സലീം അൽ റഷ്ദി അറിയിച്ചു. ഈ വർഷം ഒമാനിൽ നിന്ന് 14,000 തീർത്ഥാടകർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചിരിക്കുന്നത്. 42,000-ലധികം അപേക്ഷകളിൽ നിന്നാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ 13,560 പേർ ഒമാനികളും 440 പേർ പ്രവാസികളുമാണ്. മസ്കത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഹജ്ജ് മിഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വർഷത്തെ ഹജ്ജ് സംവിധാനത്തിൽ നിരവധി മാറ്റങ്ങളും സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർക്കുള്ള സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനായി ഒമാൻ എയർ, സെലാം എയർ എന്നിവരുമായി സഹകരിച്ച് വിമാന ടിക്കറ്റ് നിരക്കിൽ 40 റിയാലിന്റെ ഇളവ് പ്രഖ്യാപിച്ചു. ആദ്യ ഹജ്ജ് വിമാനം മെയ് 23-ന് പുറപ്പെടും. മസ്കത്ത് വിമാനത്താവളത്തിന് പുറമെ ഇത്തവണ സുഹാർ വിമാനത്താവളത്തിൽ നിന്നുമുള്ള യാത്രാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സൗദി അറേബ്യയിലെ തായിഫ് വിമാനത്താവളത്തെയും സർവീസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർത്ഥാടകർക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കും. ആരോഗ്യ സുരക്ഷയ്ക്കും ഈ വർഷം പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തീർത്ഥാടകർക്കൊപ്പം 17 ഒമാനി ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ സംഘവും യാത്ര തിരിക്കും. അതോടൊപ്പം ഓരോ ഹജ്ജ് കമ്പനിക്കും സ്വന്തം ഡോക്ടറെ ഉൾപ്പെടുത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. ആരോഗ്യപരമായ അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ സേവനം നൽകുന്നതിനായാണ് ഈ സംവിധാനം. ഹജ്ജ് മാനേജ്മെന്റ് കൂടുതൽ സുതാര്യമാക്കുന്നതിനായി വഖഫ് മന്ത്രാലയം വികസിപ്പിച്ച ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമും ശ്രദ്ധേയമാകുന്നു. രജിസ്ട്രേഷൻ മുതൽ തെരഞ്ഞെടുപ്പ്, സേവന കരാറുകൾ വരെ മുഴുവൻ നടപടികളും ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. തീർത്ഥാടകർക്കായുള്ള ലോകത്തിലെ മികച്ച ഡിജിറ്റൽ സേവനത്തിനുള്ള പുരസ്കാരവും ഈ സംവിധാനത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ 99% തൃപ്തി നിരക്കാണ് രേഖപ്പെടുത്തിയതെന്നും അധികൃതർ വ്യക്തമാക്കി. കരമാർഗം ഹജ്ജിന് പോകുന്നവരുടെ എണ്ണത്തിലും ഇത്തവണ കുറവുണ്ടായി. കഴിഞ്ഞ വർഷം 5,122 പേർ കരമാർഗം യാത്ര ചെയ്തപ്പോൾ ഇത്തവണ അത് 3,034 കുറഞ്ഞു. അതേസമയം ബസ് യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി ഡിജിറ്റൽ സ്മാർട്ട് ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിർത്തികളിൽ ബസ്സുകളുടെ തത്സമയ നീക്കം നിരീക്ഷിക്കാനും അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ ഇടപെടാനും ഇത് സഹായിക്കും. ഇതിനു പുറമെ അർഹരായ ഗുണഭോക്താക്കൾക്കായി ഔക്കാഫ് ബൈത്ത് അൽ റബാത്ത് സംരംഭത്തിലൂടെ 2 ലക്ഷം റിയാലിലധികം സമാഹരിച്ചതായും ഹജ്ജ് മിഷൻ അറിയിച്ചു. ഒമാനി ഹജ്ജ് മിഷന്റെ ആസ്ഥാനം വിശുദ്ധ സ്ഥലങ്ങൾക്ക് സമീപമുള്ള അൽ നസീം മേഖലയിലേക്ക് മാറ്റിയതോടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കാനാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. താമസ കേന്ദ്രങ്ങളിൽ മികച്ച വെന്റിലേഷൻ, ലൈറ്റിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർ സൗദിയുടെയും ഒമാന്റെയും ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നുസുക് കാർഡ് കൈവശം വെക്കണമെന്നും ഹജ്ജ് മിഷൻ മേധാവി ഓർമ്മിപ്പിച്ചു. മേഖലയിലെ പുതിയ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങളെ കുറിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും ഫോണിലൂടെ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയും അതിന്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇരു നേതാക്കളും വിശദമായി വിലയിരുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വേഗത്തിലാക്കുകയും നിലവിലെ പ്രതിസന്ധികൾക്ക് നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഇരുവരും ഊന്നി പറഞ്ഞു. മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാൻ രാഷ്ട്രീയ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കണമെന്നും രാജ്യാന്തര നിയമങ്ങൾക്കനുസൃതമായി ലോക സമാധാനവും സുരക്ഷയും ഉറപ്പാക്കണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഹുർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടി. ആഗോള വ്യാപാരത്തിനും ഊർജ്ജ വിതരണത്തിനും നിർണായകമായ ഈ കടൽപാതയിൽ സ്ഥിരത നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. ഒമാന്റെ സുരക്ഷയും സ്ഥിരതയും ഈജിപ്തിന്റെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്ന് പ്രസിഡന്റ് അൽ സിസി വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ഒമാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളെയും ഈജിപ്ത് പ്രശംസിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ ഒമാൻ സ്വീകരിക്കുന്ന സന്തുലിതവും നയതന്ത്രപരവുമായ സമീപനം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒമാൻ കൃഷിക്കൂട്ടം സംഘടിപ്പിക്കുന്ന ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഹാർവെസ്റ്റ് ഫെസ്റ്റ് 26 മെയ് 8-ന് വാദി കബീർ മജാൻ ഹൈറ്റ്സിൽ നടക്കും. സിനിമ സീരിയൽ താരം വിനോദ് കോവൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തും. നാട്ടിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്ത് മാതൃകയായ ബിൻസി ജെയിംസിന് പ്രകൃതിമിത്ര പുരസ്കാരം നൽകി ആദരിക്കും. ഫലകവും പ്രശസ്തി പത്രവും 25,000 ഇന്ത്യൻ രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. കൂടാതെ ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മികച്ച കർഷകരെ കണ്ടെത്തി ഒമാൻ കർഷക ശ്രീ പുരസ്കാരവും നൽകും.
ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് സ്പോൺസർ ചെയ്യുന്ന 1.5 ലക്ഷം രൂപയുടെ പാരിതോഷികവും ഇതിനോടനുബന്ധിച്ച് സമ്മാനിക്കും. ഒമാൻ കൃഷിക്കൂട്ടത്തിലെ തെരഞ്ഞെടുത്ത മുതിർന്ന കർഷകരെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ഗായകരായ രേഷ്മ രാഘവേന്ദ്രനും അനന്ത പത്മനാഭനും നയിക്കുന്ന സംഗീത നിശയും അരങ്ങേറും. പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.